എന്തോന്നത് ചൂടാ, 1 മണിക്കൂറാവണം. മണി ഇപ്പോൾ രാത്രി 12 മണി ആയിട്ടുണ്ട്. കറക്റ്റ് 12 കാലമായി. ഇതുവരെയായിട്ട് ഓർഡർ അടിച്ചില്ല. ഇവിടെ നിന്ന് ഓർഡർ അടിക്കില്ല, അറിയാം. നല്ല സമയത്തെ ഓർഡർ അടിക്കില്ല. ഇപ്പോൾ രാത്രിയും കൂടെയാണ്, അപ്പോൾ ഒട്ടും ഓർഡർ അടിക്കില്ല. നമുക്ക് നേരെ സിറ്റിക്കകത്ത് ഇപ്പോൾ ഓക്കെ കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. അപ്പം പൈസ റെഡി ആണല്ലോ അല്ലേ? വേറെ വിഷയമൊന്നുമില്ലോ. ഓക്കെ ബൈ ബൈ, സി പോയിട്ട് രാമേ. പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ പറഞ്ഞാലോ, കമോൺ കമോൺ കൊയ്ക്ക്. ഇവിടെ എന്ത് പ്രശ്നം? പോലീസ് അവിടെ നിൽക്കണമല്ലോ. ചെക്കിങ് കേട്ടോ, എൻ്റെ അമ്മോ. നമ്മളെ ചെക്ക് ചെയ്തില്ല. ഒരു 1.5 മണി കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ ചോദിക്കും എവിടെ പോകുന്നു, എന്താണ് ബാഗിൽ, ദോ അവിടെ നിൽക്കുന്നു ചെക്കിങ്. എൻ്റെ അമ്മോ, എല്ലായിടത്തും ചെക്കിങ് ആണല്ലോ ഇപ്പോൾ. നമുക്ക് മൈൻഡ് ചെയ്തപ്പോൾ ആണല്ലോ, വേറെ ഒന്നുമില്ല. ചുമ്മാ കൈ കാണിച്ച് നിർത്തിയിട്ട് എല്ലാം എടുത്ത് കാണിക്കണം. ലൈസൻസ്, ആധാർ കാർഡ്, പിന്നെ ആവട്ടെ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഓർഡർ അടിച്ചത് വിഷയം ഒന്നും കണക്കൊന്നും ഇല്ലല്ലോ. ഫോൺ എടുത്ത് ഓർഡർ വെച്ചാലേ ഓർഡർ അടിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഒരു എണ്ണമുണ്ട്. പെട്ടെന്നാവട്ടെണ്ണ ഓർഡർ കടി സമയമായിക്കൊണ്ടിരിക്കുകയല്ലേ. ലോകേഷ് അണ്ണന്മാരെ, നിങ്ങളെ കൊണ്ട് തോറ്റിട്ട് സത്യം പറഞ്ഞ. കഴിഞ്ഞ വ്ളോഗിൽ എന്നെ ഒരു പരുവാക്കി നിങ്ങൾ. പെട്രോൾ 150 അടച്ചോണ്ടേ. ഇത് അണ്ണ ഇങ്ങോട്ട് പോകണം, ലെഫ്റ്റ് റൈറ്റാ? ലൈറ്റൊന്നും ഇല്ലേ ബാക്കിൽ? എന്നാൽ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ കൊണ്ട് റെസ്റ്റോറൻറ്റ് പറഞ്ഞത് ബ്രേക്ക് ടൈം കഫേ. ഇവിടെ നിന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരമുണ്ട്. അടുത്ത് തന്നെ പോലീസ് ചെക്കിങ് നിൽക്കണ്ട, അതാ നിൽക്കുന്നു. പിന്നെയും പോലീസ് ചെക്കിങ്. സംഭവം ചെക്കിങ് വേറെ ഒന്നുമില്ല, വെള്ളം അടിച്ചാലും അറിയാൻ വേണ്ടിയിട്ടാണ്. സാറിന് കഞ്ചാവുണ്ടാ ചെക്ക് ചെയ്യും ബാഗിൻ്റെ അത്. എല്ലായിടത്തും ഉണ്ടല്ലോ ഇത്. എൻ്റെ അമ്മതോ അവിടെ നിൽക്കുന്നു. ആ നീലയും ചുവപ്പ് ലൈറ്റ് കാണുമ്പോഴേ ടെൻഷനാണ്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഓഫ് ബ്രേക്ക് ടൈം കഫേ. എത്തി. അവിടെ കൊണ്ട് വണ്ടി വെക്കാം. എല്ലാം